ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീതു ലൈഫ്സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഓണം ലുക്കിൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഈ ഹെയർ സ്റ്റൈലും കൂടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫേസ് നല്ലോണം ക്ലീൻ ആക്കിയ ശേഷം ഞാൻ ഫേസ് സീറം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ അരോമ മാജിക്കിൻ്റെ നയാസിനമൈഡ് സീറമാണ് കേട്ടോ ആദ്യം യൂസ് ചെയ്യണത്. അപ്പോൾ അതൊരു 5 ഡ്രോപ്സ് ഒക്കെ എടുത്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മോയ്സ്ചറൈസർ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ എടുക്കണത്. അത് നമ്മൾ കൈയിൻ്റെ അടിയിലൊന്നും ആക്കാണ്ട് കുറച്ച് വിരലെടുത്തിട്ട് പതുക്കെ നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെബിലിൻ്റെ കൺസീലർ ഒന്ന് കണ്ണിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇത് ഞാൻ നോർമൽ ഓണം ലുക്കിനേക്കാളും കുറച്ചും കൂടെ ഹെവി ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഐ മേക്കപ്പ് കുറച്ച് നന്നായി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൺസീലർ നന്നായിട്ട് ഐസിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കണ്ണിൻ്റെ മേലെയും കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ്, അതായത് നമ്മുടെ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസീലർ ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് കളർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബനാന പൗഡറോ അങ്ങനത്തെ ഏതെങ്കിലും പൗഡർ വെച്ചിട്ടും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ലൈറ്റ് കളർ എടുത്തിട്ട് നമ്മുടെ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഞാൻ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് നമ്മൾ ഐസിൻ്റെ മേലെ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ ഐബോൾസിൻ്റെ മേലെ ചെറിയ ഗ്ലിറ്റേഴ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത കണ്ണിലും നമ്മൾ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാണ്. ഗ്ലിറ്റേഴ്സ് ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഞാൻ ചെറുതായി ബ്രഷ് ഒന്ന് വെച്ച് പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഐ ഷാഡോ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ മെബിലിൻ്റെ ജെൽ ലൈനർ വെച്ചിട്ട് ജസ്റ്റ് കണ്ണെന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നെക്കും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് PSCയുടെ ഐബ്രോ ഡിഫൈനർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഐബ്രോ ഡിഫൈനർ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഉണ്ട്, അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഐബ്രോസാണ് നമ്മുടെ മേക്കപ്പിന് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഐബ്രോസ് നല്ല ഭംഗിയായി കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഒന്ന് എന്താ പറയുക, കുറച്ചും കൂടി നല്ല ഭംഗിയായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ ഒരു സൈഡിൽ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡിഫറൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അടുത്തതായിട്ട് ഞാൻ ഫേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കോണ്ടോറിങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെവല്യൂഷൻ്റെ തന്നെ കോണ്ടോറിങ് പാലറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൽ തന്നെ ഹൈലൈറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും പിന്നെ ഒരു ഡാർക്കർ ഷെയ്ഡും കൂടെ എടുത്തിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൂ. ഇതൊരു പൗഡർ ഫോമിലുള്ളൊരു കോണ്ടോറിങ്ങാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ബ്രഷ് ലിപ്സ് ടു നമ്മുടെ ഇങ്ങനെ തന്നെ വെച്ച് നോക്കിയാൽ നമുക്കറിയാം എവിടെയാണ് കോണ്ടോറിങ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ മുഖം ഒന്നിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോണ്ടോറിങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് സ്ലിം ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കോണ്ടോറിങ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും റെവല്യൂഷൻ്റെ ബ്ലഷാണ്. ഇതും ഒരു ചെറിയൊരു പിങ്കിഷ് ഷെയ്ഡുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലഷ്. അടുത്തതായിട്ട് ഞാൻ മെബിലിൻ്റെ ന്യൂഡ് നുവാൻസ് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇടുന്നത്. ഇതൊരു പിങ്കും റെഡൊക്കെ കളറിനൊരു ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ലിപ്സിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ഷെയ്ഡ്. പിന്നെ അടുത്തതായിട്ട് ഞാനൊരു ഗ്രീൻ കളറുള്ള ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
എൻ്റെ ഒരു ക്രീം കളറുള്ള ഡ്രസ്സ്, അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗ്രീൻ കളറ് പൊട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അടുത്തതായിട്ട് ഞാൻ മാമാ എർത്തിൻ്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇത് നല്ലൊരു മസ്കാരയാണ് കേട്ടോ, അധികം കെമിക്കലൊന്നും ഇല്ല എന്നാണ് പറയണത് മാമാ എർത്തിൻ്റെ പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറി വന്നു. എനിക്ക് കണ്ടപ്പോൾ എൻ്റെ ജ്വല്ലറീസ് എടുത്തപ്പോഴാണ് ഞാൻ ഈ മാങ്ടിക്ക കണ്ടത്. ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കണ്ടപ്പോൾ എനിക്കൊന്ന് വെച്ച് നോക്കാൻ തോന്നി. വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എൻ്റെ ഹെയർ കെട്ടി വയ്ക്കുക എന്നുള്ളതാണ്. ഒരു കേളി ഹെയർ ആയതുകൊണ്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാനൊരു ബണ്ണ് വെച്ച് കെട്ടി, പിന്നെ ജസ്റ്റ് അതെല്ലാം അതിൻ്റെ മേലെ മുല്ലപ്പൂ വയ്ക്കണോണ്ട് ഹെയർ ജസ്റ്റ് എല്ലാം ഒന്ന് യൂപ്പിന് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. നമുക്ക് ഒരു പോണി കെട്ടി ബണ്ണ് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ മുടിയൊക്കെ ഒന്ന് യൂപ്പിന് വെച്ച് സെറ്റ് ചെയ്ത് മുല്ലപ്പൂ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമുക്ക് റൗണ്ട് തന്നെ ആക്കിയിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് മുല്ലപ്പൂ കൂടുതലുള്ളത് കൊണ്ട് ഹെയർ ഫുള്ള് കവർ ചെയ്യണ പോലെയാണ് കേട്ടോ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇങ്ങനെ എടുത്തിട്ട് ചെറിയ ചെറിയ ലൈൻസ് ആക്കി എടുത്തിട്ട് ഫുള്ള് ഹെയർ മൊത്തം ഞാൻ മുല്ലപ്പൂ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബ്ലൗസ് കുറച്ച് ലൂസായതൊന്നുകൊണ്ട് ഞാനൊരു ഗ്രീൻ ബ്ലൗസ് ഇട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.